ഇല്ലടി, അതൊന്നും വേണ്ടി വരില്ല. എന്നെ നിനക്ക് അറിയില്ല. ദേ, ഇനിയെങ്കിലും സത്യമായിട്ട് തിരിച്ചറിയണം. പൊന്നുന്റെ മുമ്പിൽ അമ്മ തോറ്റ കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ഞാനിതാരോടും പറയാൻ പോകുന്നില്ല. അപ്പോ നീ പറഞ്ഞു വരുന്നത് അവളെന്നെ തോൽപ്പിച്ചെന്നാണോ? പിന്നല്ലാതെ ഹരിക്ക് പൊന്നൂൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു പറഞ്ഞാ പിന്നെന്താ അതിനർത്ഥം? ആ കുഞ്ഞ് ജനിക്കും. പിന്നെ ജനിക്കാതെ അതിന് സമ്മതിച്ചില്ലെങ്കിലോ? ആര്? ഈ ഞാൻ. അമ്മയുടെ സമ്മതം ആർക്ക് വേണം? പ്രസവിക്കാൻ പോകുന്നത് പൊന്നുമല്ലേ? പ്രസവിക്കാൻ 10 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോ വയറ്റില് കുഞ്ഞില്ലെങ്കിലോ? മനസ്സിലായില്ല. അവള് പ്രസവിക്കില്ല. അവളെ അമ്മയാവാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് വിട്ടിതായി പറയുന്നത്? അമ്മ എന്ത് ചെയ്യുമെന്നാ? അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ജനിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ഗർഭം ധരിക്കാൻ അവക്ക് പറ്റും, കളയിക്കാൻ എനിക്കും. പറയുന്നതിന്റെ ഗൗരവം നീ ഇതിപ്പോ എറിഞ്ഞു പൊട്ടിച്ചപ്പോ ആ ഭദ്രയുടെ ഗർഭം അലസി കാണും. കണ്ടു തീർച്ചാലിനകത്ത് 16 കൊല്ലം കാത്തിരുന്നിട്ടുണ്ടായ കുട്ടിയാണത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടി, ഞാൻ ഇവിടെ വന്നിട്ട് 1 മണിക്കൂറായി. ഒരു വെള്ളം ചോദിച്ചിട്ട് തരാൻ ആരെങ്കിലും? ഇതെല്ലാം പോട്ടെ, ഇവിടെ ഒരു കള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ ഞാൻ അറിയും. നിങ്ങൾ രണ്ടുപേരും എടുത്തുകൊണ്ട് പോയാൽ ഞാൻ അറിയും. എടുത്തോണ്ട് പോവാണെങ്കിൽ ഞങ്ങൾ അത് സഹിച്ചു. നിങ്ങൾ എടുത്തോണ്ട് പോകാൻ സഹിച്ചു. എന്റെ പെണ്ണുമ്പിളേനെ എടുത്തോണ്ട് പോയാലോ? ഇതാ ഇപ്പൊ നന്നായത്. എടാ, നിന്റെ പെണ്ണുമ്പിള്ളെ ആരെടുത്തോണ്ട് പോയാലും 5 മിനിറ്റ് കഴിയുമ്പോ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരാം. നാട്ടിലിരിക്കുന്ന ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? മുടിഞ്ഞ സീരിയൽ കാണാനിരിച്ച ഭക്ഷണം കൃത്യസമയത്ത് എടുത്തു തരാറുണ്ടോ നിങ്ങൾക്ക്? എന്നാലും ഇനി അമ്മക്കിളി അച്ചങ്കിളിയൊക്കെ എങ്ങനെ കാണും? അമ്മക്കിളി അച്ചങ്കിളിയുടെ കൂട് ഞാൻ തകർത്തിട്ടുണ്ട്. ഇനി അവിടെ പോയി മുട്ട ഇടുന്നു ഞാൻ നോക്കട്ടെ. കൊന്നു കളഞ്ഞേക്കട്ടെ. നിന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ ദ്രോഹി. പിന്നെ വയറ്റിലല്ല ആരെങ്കിലും പുറത്ത് പിറക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് 12 മണിക്ക് മൂടി വന്നിരുന്ന് ഫാഷൻ ടി വി കാണാൻ പറ്റില്ല. അമ്മ, അതെ, ഞാൻ ഫാഷൻ ചാനൽ കാണുന്നതിന് കാരണമുണ്ട്. എന്റെ ഭാര്യക്ക് നല്ല ഫാഷനുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഫാഷൻ ചാനൽ കണ്ടത്. എന്നിട്ട് ഒരു ഫാഷനിലുള്ള ഡ്രസ്സ് കൊല്ലം 5-6 അവർക്ക് നീ മേടിച്ചു കൊടുത്ത് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ഇന്ന് കാണുന്ന